നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോവയിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഗോവയിൽ വരുമ്പോൾ നമുക്ക് എവിടെ താമസിക്കാം, എവിടെ നിന്ന് നമുക്ക് നല്ല കേരള ഫുഡ് കിട്ടും. നമ്മുടെ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വെക്കേഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ടൂർ കമ്പനിയാണ്. അവരാണ് നമ്മുടെ ഈ വീഡിയോ എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് താമസിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ കാർഡമം കേരള റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, ഇവരുടെ തന്നെ റോമ പിസ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. Tus manos, con el sabor de tu boca, suelto y me entrego a tus brazos. Siempre he deseado amar así, me entrego a ti, como el sol se entrega al mar. Reconocí amar así, amar así. അപ്പോൾ ഗൈസ്, ഈ നിൽക്കുന്നതാണ് കേട്ടോ കാർഡമൻ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ജോജസ്റ്റ് ബ്രോ. പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ മാത്രമല്ല, നല്ല കലാകാരനും കൂടിയാണ്. കണ്ടോ, ഇവിടെ കണ്ടോ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചേക്കുന്നത് പുള്ളിയാണ്. അല്ല, പക്ഷേ പേര് എഴുതിക്കുന്നത് വൈഫിൻ്റെ പേരാണല്ലേ? എന്താ പേരെന്താ? പലീന. ഓക്കെ. അതെന്താണ് അങ്ങനെ ഒരു കലാകാരൻ ഈ ഒരു ഫീൽഡിലോട്ട് വരാനുള്ള കാരണം? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളികൾ ഗോവയിൽ ഒത്തിരി കൊറോണയ്ക്ക് ശേഷം മലയാളികൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം ഒരു സംഗതി ഫുഡാണ്. ഫുഡിൽ ശരിക്കും ആളുകൾ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡിൻ്റെ വിഷയം നന്നായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് മാറി, അതായത് കേരള റെസ്റ്റോറൻറ്റ് എന്നൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇതൊരു മൾട്ടി ക്യൂഷൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. പിന്നീടാണ് ഞാനൊരു 7 മാസം ആവുന്നുള്ളൂ കേരള റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ മാറിയത്. കേരള ഫുഡ് മാത്രമാണോ നമുക്കിവിടെ കിട്ടുന്നത്? അല്ല, കേരള ഫുഡ് മാത്രമല്ല, നമ്മൾ അത്യാവശ്യം നോർത്ത് ഇന്ത്യൻ ഫുഡും വയ്ക്കുന്നുണ്ട്. എല്ലാം വളരെ കുറച്ച്. ചില ആളുകൾ ഈവൻ ഹിന്ദിക്കാർ പോലും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഫോറിനേഴ്സിന് അവർ കേരള ഫുഡ് മാത്രം കഴിക്കുന്ന ഫോറിനേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ ഇച്ചിരി സ്പൈസി കുറച്ചിട്ട്, എരിവ് കുറച്ചിട്ട്, ഈവൻ നമ്മുടെ ഈ ഫിഷ് പൊള്ളിച്ചത് അങ്ങനെയുള്ളതൊക്കെ ഫോറിനേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. വാഴയിലക്കകത്ത് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ചെറിയ രീതിയിൽ നമുക്ക് സ്പൈസി നന്നായിട്ട് കുറയ്ക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. കുക്ക് ചെയ്യുന്ന ആളുകളെല്ലാവരും തന്നെ മലയാളികൾ തന്നെയാണ്. അപ്പോൾ ആ മലയാളത്തിൻ്റേതായ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആളുകൾക്ക് പൊതുവേ ഭക്ഷണത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഉച്ചയ്ക്കൊരു ഊണ് കഴിക്കുമ്പോഴുള്ള ഒരു സംതൃപ്തി, ഇവൻ എനിക്കാണെങ്കിൽ പോലും ഉച്ചയ്ക്കൊരു ഊണ് കഴിഞ്ഞ് കിട്ടുന്നൊരു സംതൃപ്തി വേറെ ഏത് ഫുഡ് കഴിച്ചാലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ മലയാളികളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഒക്കെ വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും. അതിനുശേഷം വീണ്ടും നമ്മുടെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ടും ഇവിടെ ഫുഡ് അന്വേഷിച്ച് പോയി, അതായത് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവർ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ബഡ്ജറ്റ് നോക്കിയിട്ട് അവർ പല റെസ്റ്റോറൻറ്റിലും പോയിട്ട് അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ ഫുഡിൻ്റെ വിഷയങ്ങളൊന്നും ഗോവയിൽ പൊതുവേ ഇല്ല. പക്ഷെ നമ്മൾ ചീപ്പ് ഫുഡ് ട്രൈ ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ചേഞ്ച് ചെയ്ത് നമ്മൾ വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് നമ്മളിവിടെ വെക്കുന്നത്. അതായത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല പ്രൈസ്. പിന്നെ കേരളത്തിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലുണ്ടാകും, കാരണം നമ്മൾ ഇവിടുത്തെ ബാക്കിയുള്ള ചിലവുകളെല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റില്ല. എങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് വെച്ചാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് പ്രൈസെല്ലാം കീപ്പ് ചെയ്യുന്നത്. സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്, സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതായത് ഈ ഒരു മാസങ്ങളിലേക്ക്, അതായത് മൺസൂൺ സമയത്ത് നമ്മൾ സദ്യ ഉണ്ടാകുന്നില്ല. കാരണം ആളുകളുടെ വരവ് കുറയും. സദ്യക്ക് വേണ്ടി ഒത്തിരി കറികളും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ഒരു നോർമൽ സീസൺ ടൈമിൽ ഈ ഒരു ഒക്ടോബർ തൊട്ട് ഏപ്രിൽ വരെ നമ്മൾ എല്ലാത്തരം ഫുഡ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ കിട്ടുന്ന എല്ലാം, ഈവൻ ചട്ടിച്ചോറാണെങ്കിൽ ചട്ടിച്ചോറ് കിട്ടുന്നുണ്ട്. അതേപോലെ കുത്തു പൊറോട്ട, കിഴി പൊറോട്ട, നമ്മുടെ ഇതുപോലെ പൊറോട്ട ബീഫിന് വേണ്ടിയൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പൊറോട്ടയും ബീഫും സൂപ്പറാണ് കേട്ടോ. ഇവർ ഇവിടെ ഗോവക്കാർ പോലും ഇവിടെ വരുന്നുണ്ട്. കാരണം ഗൾഫിൽ ജോലി ചെയ്ത പല ഗോവക്കാർക്കും അവർക്കറിയാം നമ്മുടെ ഫുഡ്. അപ്പം അറിയാം, അവരുടെ നമ്മുടെ ബീഫ് പൊറോട്ട അറിയാം. അത് കഴിക്കാനായിട്ട് ലോക്കൽസും ധാരാളമായിട്ട് വരുന്നുണ്ട്. ലേഡീസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബാർ സെറ്റപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ലേ? ഇല്ല, അങ്ങനെയില്ല. നമുക്ക് ഇവിടുത്തെ ഗോവയിലെ ബാറും കേരളത്തിൻ്റെ ബാറുമായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്തില്ല.
ഇവിടുത്തെ ഒരു സംസ്കാരം, അതായത് ഈവൻ ഒരു മദ്യത്തിൻ്റെ തന്നെ ഒരു ആൽക്കഹോളിൻ്റെ സംസ്കാരം തന്നെ വേറെ രീതിയിലാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ആരും ഇത് മദ്യപിച്ച് വഴി കിടക്കുന്നൊന്നും കാണില്ല. ഇവിടെ മദ്യം സുലഭമാണ്, അതനുസരിച്ച് ഇവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട്, അങ്ങനെയല്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സേഫ്റ്റിയുടെ വിഷയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വളരെ ആളുകൾ വരുന്നു, ഒരു ബീർ 2 ബീറൊക്കെ കുടിച്ചിട്ട് ആളുകൾ പോകുന്നു, വളരെ സേഫാണ്. അങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നവരും ലേഡീസിനും ഒന്നും ഇവിടെ ഗോവയിൽ അങ്ങനെ വിഷയങ്ങളില്ല. പൊതുവേ ഗോവ ലേഡീസിന് വളരെ സേഫാണ്. ഇപ്പോൾ ഏത് രാത്രിയാണെങ്കിലും എവിടെ ഇറങ്ങി നടന്നാലും ഇവിടെ അങ്ങനെ ഒരു ഉപദ്രവമോ ഒരു ശല്യമൊന്നും ഗോവയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ കാണുന്ന റൂമിലാണ് ഞാനും ഉല്ലാസ് ബ്രോയും കൂടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ തന്നെ റോമ പിസ എന്ന് പറയുന്ന ഈ ഒരു ഗസ്റ്റ് ഹൗസിലാണ്. ഈ ഗസ്റ്റ് ഹൗസിൽ മൊത്തം എത്ര റൂംസ് ഉണ്ട്? ഈ ഗസ്റ്റ് ഹൗസിൽ 5 റൂമാണ് വരുന്നത്. പക്ഷേ ഈ സെയിം കാറ്റഗറിയിൽ തന്നെ നമുക്കൊരു 24 റൂമും കൂടെ വേറെയുണ്ട്. ഈ ഒരു ഏരിയ തന്നെ ഒരു എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഈ കന്തോള് ബീച്ച് റോഡിൽ തന്നെയായിട്ട് ഒരു 24 റൂമും കൂടെ വേറെയുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ റേറ്റ് എത്രയാണ്? അതിൻ്റെ റേറ്റ് വരുന്നത് 2200 ആണ് വരുന്നത്. അത് കൂടി കുറഞ്ഞു വരിക്കും. സീസൺ ആകുമ്പോഴേക്കും അതിൻ്റെ റേറ്റ് കൂടി പോകും. പിന്നെ അത് മഴക്കാലത്തേക്ക് നമ്മൾ ഇത്രയും കൂടി കുറച്ചുകൂടി റേറ്റ് കുറയുന്നുണ്ട്. ഓക്കെ, അത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയാണോ? ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് 1800 വരുന്ന റൂമുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ റൂമുകൾ തന്നെ നമുക്ക് പല ഇതിൽ വരുന്നുണ്ട്. 1800 വരുന്നുണ്ട്, 2000 വരുന്നുണ്ട്, 2500 വരുന്നുണ്ട്. അങ്ങനെ പല റേഞ്ചിൽ വരുന്ന റൂമുകളാണ്. ഇത് നമ്മുടെ ഫിഷ് പൊള്ളിച്ചതാണ്, നമ്മുടെ പോംഫ്രേറ്റ് പൊള്ളിച്ചത്. ഇത് കിഴി പൊറോട്ടയാണ്. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇവിടെ പൊറോട്ടയും ബീഫുമാണ്. പൊറോട്ട, ബീഫ്, അപ്പം. ഇപ്പോൾ എല്ലാത്തരം ഫുഡ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാത്തരം ഫുഡ് നമ്മൾ ഭക്ഷണം ഇവിടെ വെക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ അതുപോലെ സദ്യ ആണെങ്കിലും സദ്യ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ. നമുക്ക് ലഞ്ചിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോപ്പർട്ടീസും കൂടെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, എല്ലാം അടുത്താണ്, നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസാണ് വരുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി, ആൾട്ടൂഡ് ബൈ ദ സീ. ഇതാണ് കടലുമായിട്ട് കുറച്ച് അടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പാർക്കിംഗ് പ്ലേസ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? സ്വിമ്മിംഗ് പൂളുണ്ട്, ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ നമുക്ക് റൂംസ് കാണാനായിട്ടാണ്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. ഇവിടെ ഉണ്ടല്ലോ ജോർജ് ബ്രോ വരച്ച പെയിന്റിംഗ്. ഇതെന്ത് പെയിന്റിംഗ് ആണ്? ഇത് അക്രിലിക് ആണ്, ക്യാൻവാസിൽ അക്രിലിക് ഓൺ ക്യാൻവാസ്. ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്കും റൂംസിലേക്കും പോകാനുള്ള ലിഫ്റ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ സീ വ്യൂ റൂമാണ്. ഇതാണ് നമ്മുടെ സീ വ്യൂ. ഇവിടെ നിന്ന് സീ നമുക്ക് കാണാം. അവിടെ സീ വ്യൂ ഇവിടെ ഉണ്ട്. പക്ഷേ സീ നമുക്ക് അങ്ങ് ഇവിടെ നിന്നുണ്ട് ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ? നമ്മുടെ ഈ കാന്തോളി ഈ നോർത്ത് ഗോവ ഏരിയയിൽ നമുക്ക് കടലിൽ നിന്ന് ഒരു നിശ്ചിത ദൂരത്തിലാണ് ബിൽഡിംഗ് പണിയാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാ ഈ സൈഡിലെല്ലാം ഇത്രയാണ് വരുന്നുള്ളൂ. ഇത്രയൊരു ഡിസ്റ്റൻസിലാണ് എല്ലാ ബിൽഡിങ്ങുകളും പണിതിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്ത് ടബ് സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മുടെ ഈ റൂമിൽ നമുക്ക് ഫ്രിഡ്ജ്, TV, ലോക്കർ അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കും.
അപ്പോൾ ഇത് എത്രയാണ് റേറ്റ് വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് ഇപ്പോൾ ഗോവയിൽ ഒരു ഫിക്സഡ് റേറ്റ് ഒന്നിനും വരുന്നില്ല. റേറ്റ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. ഇത് സീസൺ ആകുമ്പോഴേക്കും ഡിസംബർ പോലെയുള്ള മാസങ്ങളിൽ ഇതിൻ്റെ റേറ്റ് കൂടി വരും. അപ്പോൾ ഒരു ആവറേജ് പറയുവാണെങ്കിൽ ഈവൻ ഒരു 6,000 തൊട്ട് 9,000 വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ സി വ്യൂ അല്ലാത്ത റൂമുകൾ, അതായത് പ്രൈവറ്റ് ഗാർഡനോട് കൂടിയുള്ള റൂമുകളുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ചും കൂടി കുറയും. അത് സീസണെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്? എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരിക്കും. ബൊഫേ ടൈപ്പ് ആയിരിക്കും? അതെ, ബൊഫേ. ഇത് നമ്മുടെ അടുത്ത റൂമാണ്. ഇത് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ സെയിം രീതിയിലുള്ള റൂമാണ്. സെയിം സൈസും എല്ലാം ഫെസിലിറ്റീസ് എല്ലാം സെയിം ആണ് വരുന്നത്. പിന്നെ ആകെ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിനകത്ത് സി വ്യൂ വരുന്നില്ല. ബാൽക്കണി ഉണ്ട്. ഇതിനകത്ത് ഗാർഡൻ വ്യൂ വരുന്നുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് ഗാർഡൻ കാണാൻ അത്രേ ഉള്ളൂ. പിന്നെ താഴത്തെ റൂമാണെങ്കിൽ നമുക്ക് ഗാർഡനോട് കൂടിയാണ്, പ്രൈവറ്റ് ഗാർഡനോട് കൂടി വരുന്ന റൂമാണ്. അപ്പോൾ പ്രൈസ് എങ്ങനെയായിരിക്കും മറ്റു വെച്ച് നോക്കുമ്പോൾ? പ്രൈസ് അതിനേക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും. അതായത് ഒരു 5,000 തൊട്ട് ഒരു 7,000, 8,000 ഇതെല്ലാം ഡിപ്പെൻഡ്, അതായത് സീസണെ ഡിപ്പെൻഡ് ചെയ്താണ്. തിരക്കുള്ള സമയത്ത് റേറ്റ് കൂടും. ഗോവയിലെ സീസൺ എപ്പോഴായിരിക്കും? ഇവിടെ നമുക്കൊരു ഒക്ടോബറോടുകൂടി സീസൺ ആരംഭിക്കും. ഒരു ഏപ്രിൽ മെയ് വരെ സീസൺ ഉണ്ട് ഇവിടെ. ഈ റൂമിൽ നമുക്ക് 3 പേരെ അക്കോമഡേറ്റ് ചെയ്യാം. ഇത് സോഫ കം ബെഡാണ്. നമുക്കിത് ഇത് നീട്ടിയിടുവാണെങ്കിൽ ബെഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ റൂമിലും ഈ സെയിം രീതിയിലുള്ള ബെഡ് അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പൂളാണ്. പൂളിൽ നിന്നുള്ള സീ വ്യൂ വളരെ നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ. ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളാണ്. ഇതാണ് നമ്മുടെ കാന്തോളി ബീച്ച്. അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കാലാവസ്ഥ ഇച്ചിരി മോശമാണ്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണുന്നത്. ഇത് സൺസെറ്റൊക്കെ ഇവിടെ നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാനായിട്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനും ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താനുള്ള ഒരു സൗകര്യങ്ങളുണ്ട്. അതുപോലെ സഡ്മൻ ബെഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് കുറച്ചും കൂടെ മെച്ചമുള്ള വ്യൂ ആണ്. ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് നല്ല വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ കാർഡമം റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. അതിൻ്റെ ഓണർ ജോർജസ് ബ്രോ നമുക്കിതാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കിട്ടില ഐറ്റം ഉണ്ടായി കാണിക്കുകയാണ്. എന്താണ്? നമസ്കാരം. നമ്മളിന്ന് ഗോവൻ ഉറാക്ക് കോക്ടെയിൽ ഉണ്ടാക്കുവാണ്. ഉറാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫെനിക്ക് മുന്നേ ഉള്ള ഒരു ഇതാണ്, മുന്നേ വരുന്ന ഡ്രിങ്കാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. എന്താ സാധനം? ഇതാണ് ഉറാക്ക്. സ്മെല് ചെയ്ത് നോക്കാം. കശുമാങ്ങ. കശുമാങ്ങ. ഇത് കശുമാങ്ങയുടെ ഇത് തന്നെയാണ്. എനിക്കറിഞ്ഞൂടാ. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഉറാക്ക് ആദ്യം ഒഴിക്കുന്നു. പിന്നെ നമ്മൾ ഇത്തിരി ലിംക മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു കോമ്പിനേഷൻ. ഉറാക്കും ലിങ്കയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. സ്പ്രൈറ്റും അങ്ങനെയൊന്നും ഇല്ല. സ്പ്രൈറ്റ് ഇതുമായിട്ടൊരു കോമ്പിനേഷൻ വരുന്നില്ല. പിന്നെ നമ്മൾ ഇത്തിരി സോഡ ഒരല്പം നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇനിയൊരു അല്പം മുളകിനകത്തേക്ക് ഇടാം. കീറി വെച്ചേക്കാണല്ലേ? കീറി വെച്ചേക്കണ മുളകാണ്. അപ്പോൾ ഇങ്ങനെ പതഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് കലക്കാം. അപ്പോൾ ഇതാണ് ഉറാക്ക് കോക്ടെയിൽ. കുടിച്ചു നോക്കാം. സാധാരണ ഇതിൻ്റെ സൈഡിൽ മുളക് കുത്തിവെക്കുകയാണ് ഇടുന്നത്. പക്ഷെ അങ്ങനെ കുത്തിവെക്കാം. പക്ഷെ കുത്തിവെക്കുമ്പോഴേ അതിനകത്തേക്ക് മുളക് മിക്സ് ആവുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വെച്ചത്. എന്നാൽ കുടിച്ചു വയ്ക്കും. വേണമെങ്കിൽ സൈഡിലേക്ക് എടുത്ത് സ്പിരിറ്റിന്റെ ഒരു ഇത് അറിയാനില്ല. ശ്വാസം മുകളിലോട്ട് വലിച്ചപ്പോഴേ മുളക് എടുത്ത് മാറ്റി. മുളകിന്റെ ഒരു മുളക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൈഡിലാണ് വെക്കേണ്ടത്. ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഓക്കെ, നോക്കട്ടെ. പറ്റില്ല. അല്ല, ഇതിനകത്ത് എന്റെ കുഴപ്പം ഇത് വളരെ വളരെ കൂളാണ്. വളരെ അതെ, വേറെ ഒന്നുമല്ല, ടേസ്റ്റ് ഉണ്ട്.
ആ ലിംകയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉറാക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച്, കാരണം ഇതൊന്ന് വന്ന് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ഗോവയിലെ ഒരു പാനീയം എന്നുള്ള രീതിയിൽ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്യുക, അത് വലിയ പ്രശ്നമൊന്നുമുള്ളതല്ല. അത് വലിയ ഒരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ആളാണ് കേട്ടോ എൻ്റെ ബാക്കി നിൽക്കുന്നത്. ഇദ്ദേഹത്തിനെ പറ്റി പറയണമെങ്കിൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ യജമാനൻ അത് നമ്മുടെ ജോജസ്റ്റ് അല്ല, അത് നമ്മൾ ഇവിടെയുള്ള വേറൊരു വീട്ടിലെ പട്ടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യജമാനൻ പോകുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ വണ്ടികളും പുള്ളിയാണ് നിയന്ത്രിക്കുന്നത്. നമുക്കൊന്നും നിൽക്കാൻ പറ്റില്ല, നമ്മളൊക്കെ ഒതുക്കി നിർത്തിയിട്ട് അദ്ദേഹം പോയതിനു ശേഷം മാത്രമേ നമ്മൾ അങ്ങോട്ട് നടക്കാൻ സമ്മതിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു ആളാണ് ഈ നിൽക്കുന്ന നമ്മുടെ ഷോനൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൂർ പാക്കേജ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെക്കേഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ടൂർ കമ്പനിയാണ്. അവർ ഇന്ത്യക്കും അകത്തും ഇന്ത്യക്ക് പുറത്തും ടൂർ പാക്കേജുകളെല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ അവർ അത് ചെയ്തു തരുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.